ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശനം നടത്തുകയാണ്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ വളരെയധികം ആനന്ദിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്നു. വലിയൊരു നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ ജപ്പാൻ തയ്യാറാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് സാർ നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം കൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങൾ? അത് മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്കാണ് ഇന്ത്യ ജപ്പാനുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷക്കാലത്തേക്കുള്ള ഒരു പദ്ധതിയാണിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിക്ഷേപം, നവീകരണം, സാമ്പത്തിക സുരക്ഷ, സാങ്കേതിക വിദ്യ, ആരോഗ്യം, ജനങ്ങളുടെ പരസ്പര ബന്ധം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണത്തിന് സമഗ്രമാണ്. 10 വർഷത്തെ പദ്ധതികളാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ പ്രതിരോധ വ്യവസായം, പിന്നെ നവീകരണ മേഖലയിലും അതുപോലെ ജപ്പാനുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്തും. അതുപോലെ ഈ സെമി കണ്ടക്ടർ, ഈ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത്, അതുപോലെ ഈ അപൂർവ ധാതുക്കളുടെ വിനിമയം തുടങ്ങി ശുദ്ധമായ ഊർജം, അതായത് പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജം, ഈ മേഖലകളിലും ഒക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൽ ഇന്ത്യ വലിയ സഹകരണമാണ് ജപ്പാന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കേട്ടതനുസരിച്ച് ഈ ഉച്ചകോടി കഴിഞ്ഞൊരു സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷം yen, ഈ ജപ്പാൻ കറൻസിയാണ് yen. അത് ഏതാണ്ട് നമ്മൾ ഡോളറിന്റെ കണക്ക് പറയണേ 68 ബില്യൺ US ഡോളറിന്റെ 10 ട്രില്യൺ. 10 ട്രില്യൺ. അത് പിന്നെ ഈ നമ്മൾ ഇതിലേക്ക് പറയുകയാണെങ്കിൽ US ഡോളറിലേക്ക് പറയുകയാണെങ്കിൽ 68 ബില്യൺ US ഡോളറിന്റെ നിക്ഷേപം ഇന്ത്യയിൽ നടത്താം എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗറുവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടെ ഒരു സംയുക്ത പ്രസ്താവന ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക വളർച്ച രണ്ട് രാജ്യങ്ങൾക്കും കുതിപ്പേകുന്ന തരത്തിലേക്ക് ഈ സഹകരണം വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് നരേന്ദ്രമോദി വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അതിപ്പോൾ എവിടെ പോയാലും പറയുന്ന കാര്യമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സഹകരണം ഉള്ളതുപോലെ തന്നെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ഒന്നിച്ചുള്ള സംയുക്ത പോരാട്ടവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും എന്ന്. കാരണം അത്തരത്തിലും കൂടിയാണ് മോദി അവരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുന്നതും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ സാർ, ഈ പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ AI കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിരവധി AI ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇത് ഈ ജപ്പാൻ കമ്പനികളെ സഹായിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ വിനിയോഗിക്കും എന്നാണ് വരുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ ഈ മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ജപ്പാനും ഇന്ത്യയും തമ്മിൽ വലിയ സഹകരണത്തിലേക്ക് എത്തിയാൽ അത് അവിടുത്തെ ചൈനയുടെ ഒരു അധീശത്വമുണ്ട്. അതിന് ഒരു പരിധി വരെ തടയിടാൻ കഴിയും എന്നാണ്. ഈ ചൈനയുടെ സ്വാധീനം അവിടെ കുറയ്ക്കാനും ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കും ജപ്പാനും അത് രണ്ട് വലിയ തൂണുകളായിട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ ഈ രണ്ട് രാജ്യങ്ങളും നിൽക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നാൽ ന്യൂഡൽഹിയും ടോക്കിയോയും തമ്മിലുള്ള സഹകരണം എത്രത്തോളം ദൃഢപ്പെടുന്നുവോ, എത്രത്തോളം വർദ്ധിക്കുന്നുവോ, അത്രത്തോളം ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ സ്വാധീനം കുറയും എന്നാണ് നയതന്ത്ര രംഗത്തെ വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശരിക്കും ഈ അമേരിക്ക നമുക്കെതിരെ ഈ ഇറക്കുമതി തീരുവ, പിഴത്തീരുവ, ഇരട്ടച്ചുങ്കം ഒക്കെ പറഞ്ഞ് നമ്മളെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചപ്പോൾ സത്യത്തിൽ ഈ ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ, പരമ്പരാഗതമായിട്ട് നമ്മളോട് അങ്ങേയറ്റത്തെ സൗഹൃദത്തിൽ കഴിയുന്ന ഈ രാഷ്ട്രങ്ങൾ നമുക്ക് വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഈ നമ്മളോടുള്ള ഒരു സഹകരണത്തിൽ ബുള്ളറ്റ് ട്രെയിനുകളുടെ കാര്യത്തെക്കുറിച്ചും നരേന്ദ്രമോദി പറയുന്നുണ്ട്. എത്രയധികം ബുള്ളറ്റ് ട്രെയിനുകൾക്ക്, കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ പറയുന്ന കാര്യമാണ്. അതിവേഗം ഉള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള
ജപ്പാൻ ആ കാര്യത്തിൽ അതിന്റെ സാങ്കേതിക വിദ്യ വളരെയധികം മുൻപിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ജപ്പാൻ. മാത്രമല്ല പരമ്പരാഗതമായിട്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുകയും ചേർന്ന് നിൽക്കുകയും എല്ലാ കാലത്തും ഇന്ത്യയോട് എന്താ പറയണ്ടേ വളരെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുകയും ചെയ്ത ഒരു ജനതയാണ് ജപ്പാനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം സത്യത്തിൽ ഒരു വലിയ വിജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഈ കുത്തിത്തിരിപ്പുകളും നമുക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഒക്കെ. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു ഇടപെടലായിരുന്നു ട്രംപ് നടത്തിയത്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും അമേരിക്കയെക്കാളും ചൈനയെക്കാളും എന്തുകൊണ്ടും നമുക്ക് വിശ്വസിച്ച് കൈകൊടുക്കാവുന്ന ഒരു രാഷ്ട്രമാണ് ജപ്പാൻ. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവർ വളരെ മുന്നിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ സെമി കണ്ടക്ടറുകളുടെ കാര്യത്തിലും ഒക്കെ പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധം കൂടുതൽ ദൃഢമാകും. അത് ഇന്ത്യയുടെ ഈ സാമ്പത്തിക കുതിപ്പിന് വലിയ സഹായം ചെയ്യും. നമ്മൾ ഈ സെമി കണ്ടക്ടർ മേഖലയിലും ചിപ്പുകളുടെ കാര്യത്തിലുമൊക്കെയാണ് നമുക്ക് ഒരു സ്വയം പര്യാപ്തത ഇല്ലാത്തത്. അവിടെ ടെക്നോളജി നമ്മളിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ചിപ്പുകൾ നിർമ്മിക്കാനും സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അത് അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യവസായങ്ങളുണ്ട്, മൊബൈൽ ഫോൺ നിർമ്മാണം അടക്കമുള്ളത്. അതിനൊക്കെ വലിയ കുതിപ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ മുൻകാലങ്ങളിലും ജപ്പാനുമായിട്ട് വലിയ സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒന്നുകൂടെ ആക്കം കൂട്ടുകയും അത് പുതിയ മേഖലയിലേക്ക് വളരുകയൊക്കെ ചെയ്തു. ഇപ്പൊ തന്നെ നമ്മൾ ഫിജിയുമായിട്ട് ഒരു ചെറിയ ദ്വീപ് സമൂഹമാണത്. അവർക്ക് കൊടുക്കുന്ന വലിയ സഹായം, അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ അവർക്ക് ക്രിക്കറ്റ് പരിശീലകരെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അതുപോലെ ഈ ജപ്പാന്റെ കാര്യത്തിൽ അത് പറയാൻ നമ്മൾ വിട്ടുപോയി. ഈ മെഡിസിൻ്റെ കാര്യത്തിലും മരുന്നുകൾ, നമ്മളിപ്പോൾ അമേരിക്ക നമുക്ക് ഈ ഇരട്ട ചുങ്കമൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ധാരാളം മരുന്നുകൾ അവർ വാങ്ങുന്നുണ്ട്. ആ മരുന്നുകൾക്ക് അവർ ചുങ്കം ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം എങ്ങനെ അവനാവശ്യമുള്ള കാര്യത്തിന് ഈ പറഞ്ഞതുപോലെ നമ്മളോട് വലിയ സൗഹൃദം. അല്ല, നമുക്ക് ലാഭം കിട്ടുന്ന, ഇന്ത്യക്ക് ലാഭം കിട്ടുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഈ മരുന്നിലൊന്നും അങ്ങനെ നമുക്ക് ലാഭം പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു മാനുഷിക പരിഗണന കൂടെ അതിനകത്ത് വെക്കേണ്ടതല്ലേ. രോഗികൾക്ക് വേണ്ടിയിട്ടല്ലേ മരുന്നുകൾ. അപ്പോൾ അതേസമയം മറ്റ് ചില മേഖലകളിൽ ഇന്ത്യക്ക് ലാഭം കിട്ടുന്ന, ഭാരതത്തിന് ഗുണം ചെയ്യുന്ന മറ്റ് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഈ ഇരട്ട ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ജപ്പാൻ അങ്ങനെയല്ല. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ മരുന്നുകളുടെ കാര്യത്തിലും വലിയ സഹകരണം, ഔഷധ നിർമ്മാണ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് വലിയ സഹകരണത്തിൽ ഏർപ്പെടും. അതിൻ്റെയും കരാർ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ നമ്മൾ ജപ്പാനുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു വലിയ ബന്ധവും പദ്ധതികളും ഒക്കെ എന്ന് പറഞ്ഞാൽ പലർക്കും ചൈനയ്ക്കും മറ്റുമൊക്കെ അതിലൊരു ചെറിയ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈന അതിനെതിരെ ഒന്നും മിണ്ടില്ല. ചൈന മറ്റു ചില സൂത്രപ്പണികളൊക്കെ നമുക്കെതിരെ ചെയ്യുമെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം ഈ അമേരിക്കയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. അതിനെ നേരിടണമെങ്കിൽ ഈ ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വിട്ടുവീഴ്ചകൾ ചെയ്യും. ഈ ചൈനയോട് ഇന്ത്യയും ഇന്ത്യയോട് ചൈനയും വിട്ടുവീഴ്ചകൾ ചെയ്യും. ഈ അതിർത്തി തർക്കം പോലെയുള്ള വിഷയങ്ങളിൽ രണ്ടുപേരും ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോവുകയും ഒരു സമവായത്തിന് ശ്രമിക്കുകയും ചെയ്യും. മറ്റ് വ്യാപാര മേഖലയിലാകട്ടെ, സൈനിക സഹകരണമാകട്ടെ, അവിടെയൊക്കെ ചൈന വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയോട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.